പാലക്കാട് പട്ടാമ്പി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പ്രതിഷേധം. കോൺട്രാക്ടർമാർക്കെതിരെ നൽകിയ പരാതി പോലീസ് സ്വീകരിച്ചില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കൂലി നൽകുന്നില്ല എന്നും മർദ്ദിച്ചുവെന്നും സ്ത്രീകളോട് കോൺട്രാക്ടർമാർ മോശമായി പെരുമാറുന്നു എന്നുമാണ് പരാതി. പ്രതിഷേധത്തിന് പിന്നാലെ പോലീസ് പരാതി സ്വീകരിച്ചു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പ്രതിഷേധമാണ്. അവർ ഉന്നയിക്കുന്ന 3 വിഷയങ്ങളാണ്: കൂലി നൽകുന്നില്ല, മർദ്ദിച്ചു, സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നിങ്ങനെ. പോലീസ് എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പരാതി സ്വീകരിക്കാത്തത് എന്നാണ് പറയുന്നത്? മാധു, ഒരുപാട് കാലമായി പാലക്കാട് പട്ടാമ്പി മേഖലയിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളാണ് ഇന്ന് പ്രതിഷേധവുമായി പാലക്കാട് പട്ടാമ്പി പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയത്. കോൺട്രാക്ടർമാർക്കെതിരെ ആയിരുന്നു ഇവരുടെ പരാതി. പല കോൺട്രാക്ടർമാരും ഇപ്പോൾ തങ്ങൾക്ക് നൽകുന്ന കൂലി തുക കുറച്ചിരിക്കുകയാണ്. നേരത്തെ 1000-ഉം 1200-ഉം എല്ലാം കൂലിയായി ലഭിച്ചിരുന്നു. ഇപ്പോൾ അതേ ജോലിക്ക് 800-ഉം 900 രൂപയൊക്കെയാണ് ഇപ്പോൾ കൂലിയായി നൽകുന്നത്. ഇതുകൊണ്ട് തന്നെ പല ആളുകളും കോൺട്രാക്ടർമാർക്ക് കീഴിൽ ജോലി ചെയ്യാൻ വിസമ്മതിച്ചു. മറ്റ് ജോലികൾക്ക് പോകാൻ തയ്യാറെടുത്തോടുകൂടി പിന്നീട് ഇവരിൽ തന്നെ പല തൊഴിലാളികളെയും കോൺട്രാക്ടർമാരും അവർക്കൊപ്പമുള്ള ആളുകളും മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ അതിഥി തൊഴിലാളികളുടെ പരാതി. മാത്രമല്ല, ജോലിക്കായി ജോലി സ്ഥലത്തേക്ക് എത്തുമ്പോൾ ചില സ്ത്രീകളായിട്ടുള്ള അതിഥി തൊഴിലാളികളോട് കോൺട്രാക്ടർമാരിൽ ചില ആളുകൾ മോശമായി പെരുമാറിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ പരാതിയുമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ പരാതി സ്വീകരിച്ചില്ല. അതിന് പോലീസുകാർ പറയുന്നത് ഇതെല്ലാം ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട പരാതികളാണ് എന്നുള്ളതാണ്. പിന്നീട് പ്രതിഷേധമായി ഈ അതിഥി തൊഴിലാളികൾ പട്ടാമ്പി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിലയുറപ്പിച്ചതോടുകൂടി നിലവിൽ ഈ പരാതി പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ച ശേഷം മറ്റ് നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെയും തീരുമാനം. ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ടും ഈ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലേക്കും അതിഥി തൊഴിലാളികൾ കടക്കുന്നുണ്ട് പട്ടാമ്പിയിലെ. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പ്രതിഷേധ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ തോതിൽ അവർ ഒത്തുചേർന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. പോലീസ് പരാതി സ്വീകരിച്ചില്ല. ഇപ്പോൾ പ്രതിഷേധത്തിനൊടുവിൽ പോലീസ് പരാതി സ്വീകരിച്ചു എന്നാണ് അറിയുന്നത്.